നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി നിരന്തരം ബന്ധം പുലർത്തിയതിന് പോലീസിന്റെ പിടിയിലായ ജ്യോതി മൽഹോത്ര എന്ന ട്രാവൽ ലൈഫ് ബ്ലോഗറെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയാണ് ജ്യോതിയുടേതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സ്ഥിരമായി വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിലാണ് ജ്യോതി യാത്ര ചെയ്തിരുന്നത്. ആഡംബര ഹോട്ടലുകളിൽ താമസം, 5 സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്ന് ഹരിയാന പോലീസ് പറയുന്നു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി മൽഹോത്ര പതിവായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും വാട്സാപ്പ്, ടെലിഗ്രാം, സ്നാപ്ചാറ്റ് എന്നിവയുൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി തന്ത്രപ്രധാനമായി വിവരങ്ങൾ പങ്കിട്ടിരുന്നുവെന്നും പോലീസ് പറയുന്നു. ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനും യഥാക്രമം 3.77 ലക്ഷം സബ്സ്ക്രൈബർമാരും 1.33 ലക്ഷം ഫോളോവേഴ്സുമുണ്ട്. പെട്ടെന്നുള്ള ജ്യോതിയുടെ സാമ്പത്തിക വളർച്ച തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇത്രയും യാത്രകൾ നടത്താൻ സാധിക്കുമോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെ 8 രാജ്യങ്ങളിലേക്കാണ് ജ്യോതി യാത്ര ചെയ്തിരുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ജ്യോതി മൽഹോത്രയ്ക്ക് നേരിട്ട് ലഭ്യമായിരുന്നില്ല. പക്ഷേ അവർ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നു. വ്ലോഗർ, ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ജ്യോതി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം ഉപയോഗപ്പെടുത്തിയെന്നാണ് ഹരിയാന പോലീസിന്റെ നിഗമനം. യാത്രാ വിവരണവും അനുഭവകഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ലൈക്കുകൾ വാരിക്കൂട്ടിയിരുന്ന വ്ലോഗർ ഇന്ന് എത്തി നിൽക്കുന്നത് പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയെന്ന ഗുരുതര ആരോപണങ്ങൾക്ക് മുന്നിലാണ്. ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകൾ, യാത്രാ വിശദാംശങ്ങൾ എന്നിവയെല്ലാം ഹരിയാന പോലീസും കേന്ദ്ര ഏജൻസികളും പരിശോധിക്കുകയാണ്. പാകിസ്ഥാനിൽ VIP പരിഗണനയാണ് ജ്യോതിക്ക് ലഭിച്ചിരുന്നത്. ചൈനയിലും സന്ദർശനം നടത്തി. ചൈനയിലെ യാത്രയ്ക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ജ്യോതിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ന്യൂഡൽഹിയിലെ പാക് ഹൈ കമ്മീഷണർ ഉദ്യോഗസ്ഥൻ ഡാനിഷിനെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ജ്യോതിയും അറസ്റ്റിലായത്. ജ്യോതിയുടെ ലാപ്ടോപ്പിൻ്റെയും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വിവരങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് വൈകാതെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി കശ്മീരിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തിയതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വളരെ പ്രശസ്തയായ ജ്യോതി മൽഹോത്ര നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്ന് അവരുടെ ട്രാവൽ വീഡിയോകളിൽ നിന്നും വ്ലോഗുകളിൽ നിന്നും വ്യക്തമാണ്. കൂടാതെ രാജ്യത്തും വിദേശത്തും പലപ്പോഴും ആഡംബര ബസ്സുകളിലും ട്രെയിനുകളിലുമായിരുന്നു യാത്ര. അത് ഒരു യാത്രിക എന്ന നിലയിൽ അവരുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹരിയാനയിലെ ഹിസാർ സ്വദേശിയായ ജ്യോതി യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പാകിസ്ഥാൻ, തായ്ലൻഡ്, ഇന്തോനേഷ്യ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലൂടെ അവർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു. പാകിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിലുണ്ട്. പാകിസ്ഥാനിലെ ഇന്ത്യൻ പെൺകുട്ടി, ലാഹോറിൽ പര്യവേഷണം ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി, കെറ്റസ് രാജ് ക്ഷേത്രത്തിലെ ഇന്ത്യൻ പെൺകുട്ടി, പാകിസ്ഥാനിലെ ആഡംബര ബസ്സിൽ യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പെൺകുട്ടി തുടങ്ങിയ തലക്കെട്ടുകളിൽ നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട്. ബാങ്കോക്ക്, ബാലി തുടങ്ങിയ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച വേളയിൽ തായ്ലൻഡിലും ഇന്തോനേഷ്യയിലും ബസ്സുകളിലും ട്രെയിനുകളിലും യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് ജ്യോതി മൽഹോത്ര സംസാരിക്കുന്നുമുണ്ട്. വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ക്രമീകരണങ്ങളുള്ള നിരവധി ബസ്സുകൾ ഈ രാജ്യങ്ങളിലുണ്ട്. ഈ ബസ്സുകളിലാണ് അവരുടെ മിക്ക യാത്രകളും. സുഖപ്രദമായ സീറ്റുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഉൾപ്പെടെ മറ്റ് നിരവധി സവിശേഷതകളും ഈ ബസ്സിലുണ്ട്. ആഡംബരത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതിനാൽ ഈ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും ടിക്കറ്റുകൾ വളരെ ചെലവേറിയതുമാണ്. മൊത്തത്തിൽ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനികൾക്ക് വേണ്ടി ജോലി ചെയ്തുവെന്ന് പറയാം. അതിൽ നിന്ന് അവർ തീർച്ചയായും പണം സമ്പാദിച്ചിട്ടുണ്ടാകണം. അതവരുടെ ആഡംബര ജീവിതശൈലിയുടെയും ആഡംബര യാത്രകളുടെയും ചെലവുകൾ വഹിക്കുമായിരിക്കും. എന്നാൽ ഇതിലെല്ലാം ഇന്ത്യയുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്നു എന്നാണ് അധികൃതർ